ഫ്രണ്ട്, ഈ ഒരു സ്കാർഫേസ് എന്ന് വിളിക്കുന്ന സിംഹം 4 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചതാണെങ്കിലും അതിന്റെ പേര് ആളുകൾ ഇന്ന് വരെയും മറന്നിട്ടില്ല. അതിന് ഇതെന്താണ് ചെയ്തതെന്ന് കാണുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഏത് ആനിമലിനെയാണ് ഇഷ്ടമെന്ന് കമന്റ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. 2007 മാസൈ മാരയിൽ ഒക്യുംബ പ്രൈഡിന്റെ തലവൻ സിംഹത്തിന് 4 ആൺകുട്ടികൾ ജനിക്കുന്നു. ജനിച്ച 2 വർഷത്തിൽ തന്റെ സ്വന്തം അച്ഛൻ തന്നെ അവരുടെ കൂട്ടത്തിൽ നിന്നും ഓടിക്കുന്നു. ഒന്നും അറിയാത്ത ഈ 4 സിംഹങ്ങളും പല മാസങ്ങളായി വിശപ്പിലും ഭയത്തിലും ആ കാട് മുഴുവനും ചുറ്റി വരുന്നു. ഇതുപോലെ ഇരുന്നാൽ നമുക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി ആ കാട്ടിലെ തന്നെ ഭയങ്കരമായ സിംഹക്കൂട്ടം എന്ന് പറയപ്പെടുന്ന മാർസ് പ്രൈഡ് കൺട്രോളിൽ എടുക്കാമെന്ന് തീരുമാനിക്കുന്നു. ബട്ട് മാർസ് പ്രൈഡിന്റെ തലവൻ സിംഹം വളരെ വലുതായിരുന്നതിനാൽ 3 സിംഹവും ഫൈറ്റ് ചെയ്യാൻ കുറച്ച് ആലോചിക്കുമ്പോൾ ഒരേ ഒരു സിംഹം മാത്രം വളരെ ധൈര്യമായി മുന്നോട്ട് വന്ന് ആ തലവൻ സിംഹത്തിന്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ ആരംഭിക്കുന്നു. ആ ഫൈറ്റിൽ തന്റെ ഒരു കണ്ണു പോയാലും തലവൻ സിംഹത്തെ തനിയെ നിന്ന് തോൽപ്പിച്ച് മാർസ് പ്രൈഡ് തന്റെ കൺട്രോളിൽ കൊണ്ടുവരുന്നു. ആൻഡ് അന്നു മുതൽ ആളുകൾ ആ സിംഹത്തെ സ്കാർഫേസ് എന്ന് വിളിക്കുന്നു. ഇതുവരെയും ഒരു സിംഹവും ചെയ്യാത്തതുപോലെ 400 ഹൈനാസ്, ഒരു ഹിപ്പോപ്പൊട്ടാമസ്, 130 ആൺസിംഹത്തെ തനിയെ വേട്ടയാടി കൊന്നിരിക്കുന്നു. ആൻഡ് ഒരു വലിയ മുതലക്കൂട്ടത്തെ ആ ഏരിയയിൽ നിന്നും ഓടിച്ചിട്ടുമുണ്ട്. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല, മരിക്കുന്നതിന് മുമ്പ് 8 പ്രൈഡ് തന്റെ കൺട്രോളിൽ വെച്ച് മാസൈമാരെ ഭരിച്ചിരുന്നു. ബട്ട് ഫൈനലായി 2021 തന്റെ കൂട്ടത്തെ വിട്ട് തനിയെ പോയി ജീവൻ വിട്ടിരിക്കുന്നു. ഈ സിംഹം എന്തുകൊണ്ടാണ് ഇത്ര ഫേമസ് ആയിരുന്നതെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക.